ഹായ് മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് മധുരം കഴിക്കാൻ തോന്നിയാൽ ഉണ്ടാക്കി കഴിക്കുന്ന ഭയങ്കര മടിയാണ്. പക്ഷേ ആ മടിയൊന്ന് മാറ്റി വെച്ചാൽ ഹെൽത്തി ആയിട്ട് വളരെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു ഹലുവയുണ്ടാക്കാം. 2 കപ്പ് തേങ്ങ ചിരണ്ടി വെക്കണം. ഓറഞ്ച് കളറിലെ പരിപ്പ്, നമ്മൾ അവലിനൊക്കെ വറുത്തിടത്തില്ലേ, ആ പരിപ്പ് തന്നെ, അത് 2 ടേബിൾ സ്പൂൺ എടുത്ത് വെക്കണം. കുറച്ച് കാർഡമം, ഒരു 8-10 കാർഡമം തൊലി കളഞ്ഞെടുത്ത് വെക്കാം. 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, 1 കപ്പ് ശർക്കര പൊടിച്ചത്. ഈ ശർക്കരയുടെ അളവ് ഈ 2 കപ്പ് തേങ്ങയ്ക്ക് കറക്റ്റാണേ. നമുക്ക് ഇച്ചിരൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശർക്കര എടുത്തോണം. ഇവിടെ ചെറിയ മധുരം മതിയായതുകൊണ്ടാണ് അത്ര എടുത്തത്. പിന്നെ എടുത്ത് വെച്ച പരിപ്പിനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത് വെക്കണം. ഇനിയും വേണ്ടിയതാണ് ഒരു 1/4 കപ്പ് നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് ഈ ഹെൽത്തിയായി ടേസ്റ്റിയായ അലുവയുണ്ടാക്കാൻ വേണ്ടത്. മിക്സിയുടെ ജാറിലേക്ക് ഡ്രൈ ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യണം. നെയ്യ് മാറ്റി വെക്കണേ. എന്നിട്ട് ആദ്യമേ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ച് വന്നതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളം മതി, കൂടിപ്പോവണ്ട. കാരണം കൂടി പോകുന്നതനുസരിച്ച് കുക്കിംഗ് ടൈം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി ഫ്രൈങ് പാൻ ചൂടായി വരുമ്പോഴത്തേക്കിന് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് കാഷ്യൂ നട്ട്സിനെ വറുത്ത് കോരാം. അതേ നെയ്യിലേക്ക് തന്നെ കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് വറുത്ത് കോരാം. ഇത് നമുക്ക് ഗാർണിഷിങ്ങിനായിട്ടുള്ളതാണ്, മാറ്റി വയ്ക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മളെടുത്ത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് മുഴുവനായിട്ട് ആഡ് ചെയ്ത് ഇടയ്ക്കിടയ്ക്കായി ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിതുണ്ടാക്കാമെന്ന്. ആകെപ്പാടെ നമുക്ക് ഇല്ലാതെ വരുന്ന സാധനമാണ് ആ ഓറഞ്ച് കളറിലെ പരിപ്പ്. അതിന് പകരമായിട്ട് ചെറുപയറിൻ്റെ പരിപ്പ്, അതായത് മൂങ് ദാലില്ലേ, അതുണ്ടെങ്കിൽ അതിനെ ഇതേപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഇനി ഇതുമല്ലെങ്കിൽ അരിപ്പൊടി മാത്രമാണേലും മതി. ഇതിന് അലുവയ്ക്കൊരു ബൈൻഡിങ് കിട്ടാൻ മാത്രമാണ് ഈ പൊടികൾ ചേർക്കുന്നത്. ടേസ്റ്റിനകത്ത് അതില്ലാത്തത് കൊണ്ട് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇടയ്ക്കിടയ്ക്കായി നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ഒരു 10 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേക്കിന് ഈ പരുവത്തിലേക്ക് മാറും. ഞാൻ മീഡിയം തീയിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് 10 മിനിറ്റിന് ശേഷം ഈ പരുവത്തിലാകും. 20 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ഇത് കണ്ടോ, നെയ്യ് വിട്ട് വരുന്നത് കണ്ടില്ലേ, ഈ പരുവത്തിലേക്കാകും. മതി, തീ ഓഫ് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും കിസ്മിസും ഇട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇത് ചൂടോടെയും സെർവ് ചെയ്യാം, തണുപ്പോടുകൂടിയും സെർവ് ചെയ്യാവുന്നതാണ്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ആസ്വദിക്കാം. വളരെ ടേസ്റ്റിയായ ഹെൽത്തിയായ ഈ അലുവ കുടുംബത്തോടൊപ്പം ആസ്വദിക്കുക. കുട്ടികൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളും ഹാപ്പി, ഞാനും ഹാപ്പി. താങ്ക്